എല്ലാവർക്കും സംശയം ഉണ്ടാവും എങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുമെന്ന്. വരും നമുക്ക് നോക്കാം. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടാൻ വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഗൂഗിളിൽ കയറി ഇമേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ വരുന്ന ഇമേജസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നേരെ വാട്സപ്പിലോട്ട് പോയി അതിൽ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അവരതെടുത്തിട്ട് ക്യാമറ ഓപ്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോട്ടോ എടുത്തിട്ട് താഴത്തെ പെൻസിലിൽ കൊടുക്കണം. ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എടുത്ത ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കണം. നല്ല വൃത്തിക്ക് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ പറ്റും. പറ്റണത്ര ക്രോപ്പ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ എ എന്നുള്ള ആ ഓപ്ഷനിൽ കൊടുക്കണം. ആ എ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവിടെ എഴുതി വയ്ക്കാൻ പറ്റും. അവിടെ വെച്ച് ക്വസ്റ്റ്യൻ എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ ബാർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളറുകൾ മാറ്റാൻ പറ്റും. എന്നിട്ട് സെൻഡ് കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോ എടുത്ത് ഒന്നെങ്കിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അടുത്തത് നിങ്ങൾ ലൈവ് സെക്ഷൻ ഓപ്പൺ ആക്കുക. അതിൽ ഏറ്റവും താഴത്തെ സ്ക്രീൻ കാസ്റ്റ് എന്നുള്ളത് ഓണാക്കി വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണെങ്കിൽ അത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഇത് വരും വെള്ള കളറിൽ. അപ്പം സിംഗിൾ ആപ്പ് എന്നുള്ളതാണെങ്കിൽ ഒരാപ്പ് മാത്രം. എൻ്റെ സ്ക്രീനാണെങ്കിൽ നമ്മളിത് മുഴുവൻ കാണും. സിംഗിൾ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറി മാത്രമേ കാണുള്ളൂ. സിംഗിൾ ആപ്പ് കൊടുത്തിട്ട് ആൽബംസിൽ പോവുക. ആൽബംസ് ഓപ്പൺ ആക്കുക. അപ്പോൾ കട്ടാവും. അപ്പം ആൽബംസ് ഒന്നുകൂടെ ഓണാക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഫോട്ടോ അങ്ങ് ഓണാക്കുക. എന്നിട്ട് നമുക്ക് ആ മെസ്സേജിൻ്റെ ചിഹ്നം ഓണാക്കിയാൽ മാത്രമേ ലൈവിൽ ആൾക്കാർക്ക് മെസ്സേജ് ഇടാൻ പറ്റുള്ളൂ. ആ ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗോ ലൈവ് പോവും. മൈക്ക് ഓണാക്കണമെങ്കിൽ അവിടെ ഓണാക്കാം. ക്യാമറ ഓണാക്കണമെങ്കിൽ അവിടെ ഓണാക്കാം.